അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പെർറെ 1000 വർഷം മുന്നോളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ച ഒരു രാജാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ താമസിക്കുകയായിട്ട് അവ കെട്ടിക്കൊടുത്തെങ്കിത ഒരു രാജാവ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങു ഒരു കത്ത് ഒരു ലെറ്റർ എഴുതി കൊടുത്ത രാജാവുടെ ചരിത്രമായിട്ട് ഉണ്ട് ഞങ്ങൾ പഠിക്കൊണ്ടത്. അതെ, തുബ്ബാ രാജാവുടെ ചരിത്രം. ദുനിയാവിലു 5 ആൾക്കാർക്കാണ് ലോക പൂർത്തിയായിട്ട് ഭരണാധികാരി ഇല്ലെങ്കിൽ അധികാരം കിട്ടിയെങ്കിൽ 5 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിൽപ്പെട്ട ഒരാളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ ദുൽഖർനൈനി, അതേപോലെ നമ്രൂദ്, അതേപോലെ ബുഖ്തു നസർ. അങ്ങനെ 5ാമത്തെ ആളാണ് തുബ്ബാ രാജാവ്. തുബ്ബാ രാജാവ് 1ാമൻ ആണ് ഈ 5ാമത്തെ ആൾ. ആരാണ് ഈ തുബ്ബാ രാജാവ് നമ്മൊന്ന് നോക്കാം. അതായത് പേർഷ്യയിലുള്ള രാജാക്കന്മാരെ കിസ്റാണ്ടാണ് ചൊല്ലത്. അതേപോലെ റോം രാജാക്കന്മാരെ കൈസറിണ്ടാണ് ചൊല്ലത്. അതേപോലെ മിസ്ർ രാജാക്കന്മാരെ ഫറോവാണ്ടാണ് ചൊല്ലത്. അതേപോലെ ഹബ്ഷ് ഇപ്പോഴത്തെ എത്തോപ്യ അതിലുള്ള രാജാക്കന്മാരെ നജ്ജാഷിണ്ടാണ് ചൊല്ലത്. എന്നാൽ ഇത് ഓരോ രാജാക്കന്മാർക്കുള്ള സ്ഥാനപ്പേരായിട്ടുണ്ട്. അതേപോലെ യമൻ ഭരിക്കടെ രാജാവുകോ ബെച്ചോ എന്ന പേരാണ് തുബ്ബാ ഉണ്ടാണ്. അപ്പോൾ യമനിലെ ഒരു രാജാവാണ് ഈ തുബ്ബാ രാജാവ് ചൊല്ലത്. അപ്പോൾ ഈ തുബ്ബാ 1ാമൻ്റെ ചരിത്രമാണ് ഞങ്ങിപ്പേണ്ടി ചൊല്ലുക പോണ്ടത്. ഈ തുബ്ബാ രാജാവ് എത്ര വലിയ ആൾ ചൊന്നെങ്കിൽ ഇല്ലെങ്കിൽ എത്ര വലിയ അയാളിട്ടിക്കുന്ന സൈന്യത്തെ ഒരു കണക്ക് ചൊന്നേണ്ട കണ്ടെങ്കിൽ അയാളുടെ കുതിരയുടെ ഞങ്ങൾ ലൈനായിട്ട് നിപ്പാട്ടിയേണ്ട കണ്ടെങ്കിൽ അത് എത്ര വലിയ ലൈൻ ചൊന്നെങ്കിൽ ഡമസ്കസിൽ പിടിച്ചിട്ട് യമനിലെ സ്വനാഴ്ചയുള്ള ജാഗയോട് തോലും അത്രക്കും വലിയ ലൈനായിട്ട് ഇന്ന് ഒരു കുതിര നിപ്പാട്ടിയെങ്കിൽ ഇന്നത്. അതായത് അത്രക്കും വലിയ സൈന്യ ഒരു മനുഷ്യരുടെ കയ്യിൽ ഇന്ന് എന്നുള്ളതാണ് ചരിത്രം. ഈ തുബ്ബാ രാജാവ് ഒരു നാള് ഇയാളുടെ മന്ത്രിയായി അമാരിസ് ചൊല്ലുടെ ആളൊട്ടിക്ക് എന്താക്കിയിട്ട് അയാളിലെ പ്രജങ്ങളെ അതേപോലെ ലോകത്തിലുള്ള ആൾക്കാർ ലോകം ഒന്ന് ചുറ്റി നോക്കുക ഇയാൾ വിചാരിച്ചത്. അങ്ങനെ ഇയാൾ ഈ പോണ്ട സന്ദർഭത്തിൽ ഇയാളൊട്ടിಗೆ 1,33,000 കുതിരപ്പടയാളികൾ, അതിൽ കുതിരയിൽ യുദ്ധ ആക്കുക അവിടെ സൈനികന്മാർ, അതേപോലെ 1,13,000 കാലാൽ പടകൾ, അതായത് നടന്നുകൊണ്ടുണ്ടെങ്കിൽ സൈനികന്മാരെന്ന് ചൊല്ലാം. അപ്പോൾ ഇത്തരം ഒരു വലിയൊരു സന്നാഹമായിട്ടാണ് ഇയാൾ എന്താക്കിയത് ഓരോ രായത്തും ഇങ്ങനെ പോകേണ്ടത്. അങ്ങനെ ഇയാൾ ഓരോ രായത്തുക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ഓരോ രായത്തെ ആൾക്കാർ ഈ രാജാവുടെയും ഈ സൈനികന്മാരെല്ലാം എന്താ ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടിരുന്നാർ. മാത്രമല്ല ഈ പോണ്ട ഓരോ രായത്തിൽ നിന്നിട്ട് എന്താക്കിയെന്നാൽ 10 പണ്ഡിതന്മാർ ഇല്ലെങ്കിൽ 10 വലിയ വലിയ ആലിമീങ്ങളെ ഈ ഒരു സൈന്യത്തോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇവിടെ എത്തിയാറ് മക്കത്ത് എത്തിയാറ്. അപ്പോൾ ഈ മക്കത്ത് എത്തിയപ്പോൾ പല റായത്തിൽ നിന്ന് വന്നെങ്കിലത്തെ 4000 പണ്ഡിതന്മാർ ഈ ഒരു സൈന്യത്തിൽ ഉണ്ട്. അങ്ങനെ ഈ രാജാവ് മക്കത്ത് എത്തിയ സന്ദർഭത്തിൽ മക്കത്തിലുള്ള ആൾക്കാരെന്താക്കില്ല, ഈ രാജാവ് ബഹുമാനിച്ചില്ല. രാജാവ് അർസബന്ത് പ്രധാനമന്ത്രിയെ അമാരിസിനെ വിളിച്ചിട്ട് കേൾക്കട് എന്തേ ഈ മനുഷ്യന്മാരെ ആദരിക്കില്ല, എന്ത് വിഷയം ഒന്നും കേട്ടു നോക്കും. അപ്പോഴാണ് ഈ അമാരിസ് ചൊല്ലത് ഇത് മക്കാണ്, ഇവിടെ ഉള്ളത് ജാഹിലിയായ അറബികളാണ്. ഇങ്ങോക്കു എന്തുണ്ടോ കഅബയുടെ വലിയൊരു പള്ളിയുണ്ട്, വലിയൊരു കെട്ടിടമുണ്ട്, അവിടെ ഒരുപാട് ബിംബങ്ങളുണ്ടോ, ഇങ്ങ് അതിനെ ആരാധിക്കുന്ന ഒരാളായിട്ട് ഇക്കിടാറ്. ഈ കഅബത്തെ ആണ് ആരാധിക്കുന്നതും അതേപോലെ കഅബത്തിലുള്ള എതിരുള്ള ബിംബത്തുകയാണ് ഇങ്ങനെ സുജൂദിടുന്നതും. ഈ കാര്യം ഇത് കേട്ടപ്പോൾ ഈ തുബ്ബാ രാജാവ് ഭയങ്കര അർസബന്ത്. ഈ തുബ്ബാ രാജാവ് മനസ്സിൽ വിചാരിച്ചിട്ട് എന്നെങ്കിൽ ഈ ഒരു കഅബത്തെ എന്താക്കണക്ക് പൊലിക്കണം. കഅബത്തെ ഞാൻ പൊലിക്കാൻ മാത്രമല്ല കൂടെയുള്ള എല്ലാ ആണികളും കൊള്ളുടെ അതേപോലെ ഇതിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ അറസ്റ്റ് ആക്കിയിട്ട് കൂട്ടിക്കൊണ്ട് പോകണ്ടേ. ഇങ്ങനെ ഒരു തീരുമാനം ഈ തുബ്ബാ രാജാവ് സ്വന്തം മനസ്സിലാണ് എടുത്തത്, മന്ത്രിട്ട് പോലും ചൊന്നില്ല. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതോടുകൂടി ഈ തുബ്ബാ രാജാവ് എന്നത് സഡനായിട്ട് തലക്കുത്തു തുടങ്ങിയിട്ട്, തലക്കുത്തു മാത്രമല്ല കാതില് കണ്ണില് മൂക്കുലു ബായിലായിട്ട് എന്തിരമാ ഒരു ദുർഗന്ധ വറകു തുടങ്ങിയത്. എത്രത്തോളം ചെന്നെങ്കിൽ മുട്ടയുന്ന ആൾക്കാർക്ക് പോലും ആ രാജാവിന്റെ മുട്ട പോണ കയ്യിൽ അത്രക്കും ഒരു ദുർഗന്ധ, അത്രക്കും ഒരു നാത്ത സ്മെല്ല് എന്ന് പറ തുടങ്ങിയത്. തുബ്ബാ രാജാവ് എന്താക്കിയിട്ട് കൂടെ വന്ന പണ്ഡിതന്മാരെയും വൈദ്യന്മാരെയും വിളിച്ചിട്ട് എന്താണ് ഇതൊക്കെയുള്ള അസുഖം നോക്കിയ. പക്ഷേ എത്ര നോക്കിയിട്ടും എന്തും കണ്ടുപിടിക്കുക ആയോണ്ടില്ല. അപ്പോൾ
അതിൽ നിന്ന് വൈദ്യന്മാർ ചൊന്നാറ് ദുനിയാവിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്താക്കുക മറന്നു തരാം, ഇത് ആകാശത്തിൽ നിന്നുള്ള ഒരു പ്രശ്നമായിട്ടിക്കറ, അതുകൊണ്ട് നമുക്ക് ഇതിൽ എന്താക്കലും മറന്നു തരാകാവില്ല. അഹങ്ക ഈ രാജാവുടെ രോഗം ജാസ്തി ആയോണ്ടേ പോയിട്ട് ഇങ്ങനെയൊക്കെ സന്ദർഭത്തിൽ ഒരു പണ്ഡിതനെ, അതായത് ഈ കൂട്ടത്തിൽ വന്ന ഒരു പണ്ഡിതന് പ്രധാനമന്ത്രിയായ അമാരിസരുടെ പേട് ചൊല്ലോ നക്ക് രാജാവിട്ട് ഒരു രഹസ്യ ചൊല്ലുകൊണ്ട് നാണ് കേക്കട ചോദ്യത്തിക്ക് രാജാവ് സത്യസന്ധമായിട്ട് നേരായിട്ട് ആൻസർ തണ്ടെങ്കിൽ നാൻ എന്താക്കട ഈ രാജാവും മറന്നു കൊടുക്കുക ചൊല്ലു. അങ്ങനെ അമാരിസ് നേരെ ഈ പണ്ഡിതരെ കൂട്ടിയിട്ട് തുബ്ബാ രാജാവ് മുട്ടു കൂട്ടിയമ്മോണ്ടു. അപ്പൊ തുബ്ബാ രാജാവട്ടെ ഇങ്ങനെ വിശ്വസിച്ചു തുബ്ബാ രാജാവും അതിൽ ഓക്കെ ചൊല്ലു. അങ്ങനെ തുബ്ബാ രാജാവും അതേപോലെ ഈ ഒരു പണ്ഡിതനും ആളില്ലാത്ത ഒരു ജാഗയിൽ എന്താക്കുക ചെന്നാൽ വിഷയമുണ്ടായത്. അങ്ങനെ ഈ പണ്ഡിതൻ തുബ്ബാ രാജാവട്ടെ കേക്കറ്, നിങ്ങൾ ഈ കാബത്തെ എന്തെങ്കിലും ആക്കാനോട്ട് വേർച്ചെന്നാറാ, മനസ്സിൽ എന്തെങ്കിലും വേർച്ചെന്നാറാ കേൾക്കും. അപ്പൊ തുബ്ബാ രാജാവ് ചൊല്ലു, അതെ ഈ കാബത്തെ ഞാൻ പൊലിക്കണോ, ആൾക്കാരെ കൊല്ലണോ, പെണ്ണുങ്ങളെ അറസ്റ്റ് ആക്കണോ, ഇങ്ങനെയുള്ള മനസ്സിൽ ഞാൻ വേർച്ചിട്ടെന്ന് ചൊല്ലു. അപ്പൊ ആ പണ്ഡിതൻ ചൊല്ലു, ഇതുകൊണ്ടായിട്ടേക്കറ് നീ ഈ ഒരു രോഗം വന്നത്. കാരണം ഈ കാബത്തെ റബ്ബ് ഈ മനസ്സിലുള്ള എല്ലാ കാര്യം അറിയുന്നവനായിട്ടേക്കറ്, ഗൊന്തവിടെ ആളായിട്ടേക്കറ്. ആ മനസ്സിൽ വേർച്ച എല്ലാ കാര്യം ഇപ്പം എന്താക്കോറോ മായച്ചു കളിയോറോ, ഇനി അങ്ങനത്തെ സംഭവം ആക്കില്ലാണ്ട് മനസ്സിൽ നിങ്ങൾ കരുതോറോ. അങ്ങനെ രാജാവ് അതിരെ ആ ഒരു വിഷയത്തെ ഇല്ലാണ്ടാക്കിയിട്ട്, അതായത് ഇന്ന് കാബത്ത് എന്തും ഞാൻ ആക്കില്ലാണ്ട് മനസ്സിൽ വിചാരിച്ചു. അതോടുകൂടി ആ തുബ്ബാ രാജാവുടെ രോഗം എന്തായിട്ട് ഷിഫ ആയിപ്പോയത്. ഇതോടുകൂടി തുബ്ബാ രാജാവ് അള്ളാഹുവിനോടുള്ള വിശ്വാസം പെറുകയും ആ സമയത്ത് തന്നെ അള്ളാഹുടെ വിശ്വസിക്കുകയും ചെയ്തിട്ട്. മാത്രമല്ല ഈ തുബ്ബാ രാജാവ് എന്താക്കിയിട്ട് ആ പരിശുദ്ധമായ കാബത്തേക്ക് 7 കിസ്വാണ് ഇല്ലെങ്കിൽ 7 തുണിയാണ് ആ സമയത്ത് എന്തായി പിരിച്ചു കൊടുത്തത്. മാത്രമല്ല ആ കാബത്തിൽ അല്ലെങ്കിൽ മക്ക നിവാസികളുടെ ആ കാബത്ത് നല്ല രീതിയിൽ പരിപാലിക്കണോ അതെല്ലാം ചൊന്തു തുബ്ബാ രാജാവ് അവിടെ എന്തൊക്കെ നേരെ മദീനത്തേക്ക് പോകണ്ടു. മദീനത്തിൽ എത്തിയ സന്ദർഭത്തിൽ അപ്പൊ മദീനത്തിൽ ആൾക്കാരൊന്നും ജീവിക്കില്ല, കാലി ഒരു ഒരു ചെറിയൊരു പൊല മാത്രം ഒഴുകി പോണ്ടെങ്കിൽ ഒരു ജാഗ മാത്രമേ ഉള്ളേ, വേറെ എന്തും ഇല്ല. ഈ സമയത്തില് അവിടെ ഇന്നെത്തി, അതായത് ഈ വന്ന 4000 പണ്ഡിതന്മാരിൽ ഒരു 400 പണ്ഡിതന്മാർ എന്താക്കിയാറ് ഒരു ജാഗയിൽ തെച്ചിട്ട് ഒരു ചർച്ച ആക്കിക്കൊണ്ടുള്ളാറ്. ഈ ചർച്ചാക്കൊരു മൈന് നിന്റെ ആള് അതിൽ നേതൃത്വം കൊടുത്ത ആള് ഈ തുബ്ബാ രാജാവുടെ രോഗ ഷിഫ ആക്കിയെങ്കിൽ ആ ഒരു പണ്ഡിതനായിട്ടിക്കറ്. അങ്ങനെ ഇങ്ങനെ ചർച്ച ആക്കിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയാറ്. ഇനി ഞങ്ങൾ എന്താക്കില്ല, ഈ ജാഗിർ വിട്ട് ഞങ്ങൾ എവിടെയും പണ്ടില്ല, രാജാവ് എന്ത് ചൊന്നെങ്കും എന്താക്കിയും ഇനി ഞങ്ങൾ രാജാവിന്റെ കൂടെ ഇല്ല, ഞങ്ങൾ ഉടമീന് ജീവിക്കുകയാണ് പോണ്ടത്. അങ്ങനെ ഈ ഒരു വിഷയം രാജാവ് എത്തിയിട്ട് രാജാവ് മന്ത്രിയുടെ വിളിച്ചിട്ട് കേട്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ടൊട്ടിക്ക് പണ്ടില്ല, എന്താണ് ഇവിടെ ജീവിക്കുള്ള കാരണം എന്ത്. അങ്ങനെ കേട്ടിട്ടാവുമ്പോ ആ പണ്ഡിതന്മാരിൽപ്പെട്ട ആൾക്കാർ ചൊന്നാറ് ഇല്ലെങ്കിൽ ആ മൈന ആൾ ചൊന്തു, ഈ റായത്തുക്കും അതേപോലെ കഅബത്തുക്കും പ്രത്യേകത കിട്ടുക ഒരു കാരണമുണ്ട്. ഈ റായത്തുക്ക് ഒരാൾ പറകുണ്ട്, അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരാൾ പറകുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു സവിശേഷത എന്താക്കിയത് രാജാവരട്ടെ ഇങ്ങനെ ചൊന്നാർ. അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചൊന്നത് ആ നബി സത്യസന്ധനായ ആളായിട്ടേക്കട്, അതേപോലെ ഖുർആനുടെയും അതേപോലെ കിബലത്തിനും അവകാശിയായിട്ടിക്കറ്, അതേപോലെ തൗഹീദിരെ കാവലാളായിട്ടിക്കറ്, മക്കയിൽ ജനിക്കറ് ഈ ഒരു നബി ഈ മദീന റായത്തിൽ ഹിജ്റ വന്നിട്ട് പിന്നെ ഇവിടെയാണ് ജീവിക്കരുത്. ആ പണ്ഡിതൻ ചൊല്ലു, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയില്ലെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്കെങ്കിലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുക ആവല്ലേ, അതുകൊണ്ടിട്ടാണ് ഞങ്ങളുടെ ജീവിക്കുക പോണ്ടേ. ഇത് കേട്ടിട്ടാകുമ്പോൾ മന്ത്രിക്കും ഒരു കുസിയായിട്ട് അതേപോലെ രാജാവുക്കും ഒരു അത്ഭുതമായിട്ട്. അപ്പൊ രാജാവ് എന്താക്കിയിട്ട് ഈ പണ്ഡിതന്മാർക്കും അതേപോലെ ഈ മന്ത്രിക്കും ഓരോരുത്തർക്കും ഓരോരോ അവ കെട്ടുവാട്ടിയിട്ട് കൊടുത്തിട്ടു. മാത്രമല്ല ആ രാജാവ്, അതായത് തുബ്ബാ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തുകൊണ്ട് 1 വർഷത്തോളം മദീനയിൽ ജീവിച്ചിട്ട്. അങ്ങനെ 1 വർഷത്തിൽ പിന്നെ ആ രാജാവ് ഒരു നിർദ്ധാരം എടുത്തിട്ട്, കാരണം വലിയൊരു രാജാവാണ്, ഒരുപാട് ആൾക്കാരെ സന്ദർശിക്കണം, ഒരുപാട് ആൾക്കാരെ കാര്യം നോക്കണം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ രാജാവ് ഒരു തീരുമാനാക്കിയിട്ട് നക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഒരു കത്ത് ഒരു ലെറ്റർ നക്ക് എഴുതും. തുബ്ബാ രാജാവ് ഒരു ലെറ്റർ എഴുതിട്ട് ഹബീബിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും, മുഹമ്മദ് നബിയെ അള്ളാഹുടെ കരുണ നിങ്ങളെ മേലെ ഇക്കട്ട്, നിങ്ങളെയും നിയോഗിറക്കിയ കിതാബിനെ കൊണ്ടും ഞാനെന്താക്കറേ വിശ്വസിച്ചോണ്ടുള്ള, നിങ്ങളെ നക്ക് കാണുകയായിട്ടിരുന്നെങ്കിൽ നക്ക് ഭയങ്കര സന്തോഷാവാൻ. അത് മാത്രമല്ല നിങ്ങൾ ബണ്ടെതിരെ മുന്നോളൂ ഇല്ല നിങ്ങൾ നബിയുടെ മുന്നോളൂ നിങ്ങളെ വിശ്വസിച്ച ഒരാളായിട്ടിക്കറ എന്നാണ്. അത് മാത്രമല്ല എങ്ങാനും നിങ്ങൾ ബന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ നബിയായിട്ടിക്കറ കാലഘട്ടത്തിൽ നാണുമാത്ത് ഇന്നേണ്ട് കണ്ടെങ്കിൽ നിങ്ങളെ ഒരു മന്ത്രിയായിട്ട്, നിങ്ങളെ ഒരു പടയാളിയായിട്ട്, നിങ്ങളെ ഒരു യുദ്ധത്തെ ഒരു സൈനികായിട്ട് ഞാൻ എന്താവുക മുന്നോലായിട്ട് ഇക്കുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്റെ മുന്നോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിരിസബിക്കുകയും നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുകയും ചെയ്തവർ ആളായിട്ട് ഇക്കറ് ഈ തുപ്പ രാജാവ്. മാത്രമല്ല പിന്നെ ഈ ലെറ്ററിൽ എഴുതിയ പിന്നൊരു കാര്യം എന്തൊരു ചൊന്നെങ്കിൽ, ഞാൻ നിങ്ങളെ കാണുക ആയില്ലാണ്ട് കണ്ടെങ്കിൽ നാളെ ആഖിറത്തിൽ വെച്ചിട്ട് നിങ്ങളൊക്കെ എന്താക്കറു ശുപാർശ ആക്കുന്നു ചൊന്തു ഒരു ലെറ്റർ എഴുതിയിട്ട് അതിലെന്താക്കറ് ഒരു ബംഗാറിൽ സീല് വെച്ചിട്ട് ആ മൈൻ പണ്ഡിതനില്ലേ ആ പണ്ഡിതന്റെ കയ്യിൽ കൊടുത്തു ചൊല്ലു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈക്ക് എന്താക്കോട്ടണം എത്തുവാട്ടണം. ഇങ്ങനെ ചൊന്തു ഈ തുബ്ബ രാജാവ് എന്താക്കറ് പോണ്ടു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മക്കത്തെ മദീനത്ത് ഹിജ്റ വന്ന സന്ദർഭത്തിൽ മദീനത്തിൽ സ്വീകരിച്ച ആൾക്കാർ ചൊല്ലത് ആ പണ്ഡിതന്മാരെ പിൻഗാമികളായിട്ടിരുന്നാറ്, ഇല്ലെങ്കിൽ അങ്ങനെ കുടുംബത്തിൽ വന്ന ആൾക്കാരായ അൻസാരികളായിട്ടിരുന്നാറ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഒരു കത്ത് കൊടുക്കുകയായിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അബൂ ലൈല റളിയല്ലാഹു അൻഹു എന്താക്കട് ഈ ഒരു കത്ത് പിടിച്ചോണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടിയോണ്ട് പോണ്ടു. അങ്ങനെ പോണ്ട സന്ദർഭത്തിൽ ബനു സുലൈം ഗോത്രക്കാരൊട്ടിಗೆ ആരെ കിട്ടറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിട്ടറ്. അബൂ ലൈല റളിയല്ലാഹു അൻഹു ഇത് നബീണ്ട് ಬಂದಿಲ್ಲ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അബൂ ലൈലരട്ടിಗೆ എക്കട് നീ അബൂ ലൈല അല്ലേ? അപ്പോൾ അബൂ ലൈല റളിയല്ലാഹു അൻഹു ചൊല്ലു അതേ ഞാൻ അബൂ ലൈല ആണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കേക്കറ് നിങ്ങളൊട്ടിಗೆ തുബ്ബാ രാജാവ് തന്ന ഒരു കത്തുണ്ടല്ലേ ഒരു ലെറ്റർ ഉണ്ടല്ലേ അത് നക്ക് തരും. ഇത് കേട്ടപ്പോൾ ഈ അബൂ ലൈല റളിയല്ലാഹു അൻഹു അത്ഭുതമാവും. തിരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്ട് കേക്കറ് നിങ്ങൾ മന്ത്രവാദി അല്ലല്ലേ? നിങ്ങൾ മുഖം കണ്ടിട്ട് മന്ത്രവാദിയുടെ ലക്ഷണം ഒന്നും നിങ്ങൾ കാണില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു നാണ് മന്ത്രവാദി ഒന്നുമല്ല, നാണാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ കത്ത് നക്ക് തരും. അങ്ങനെ ആ കത്ത് എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അപ്പമേ അബൂ ലൈല റളിയല്ലാഹു അൻഹുടെ ഓതുവാട്ടിത്തുണ്ടും അതെല്ലാം പിന്നെ മസ്ജിദുൽ ഖുബായിൽ വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹുടെ ഓതുവാട്ടിത്തുണ്ടും ഇങ്ങനെ ചർച്ചകളുണ്ട്. ഏതായാലും ഈ ഓദ്യ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന ഒരു വാക്കുണ്ടോ മർഹബൻ ബിൽ അഖി സ്വാലിഹ്, നന്റെ സ്വാലിഹായ എൻ്റെ കൂട്ടുകാര നന്റെ ചങ്ങായി എനിക്ക് സ്വാഗത ചൊന്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വന്നിട്ട് മദീനത്ത് എത്തിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಒಂಟ ಕಾಲು ಕುತ್ತರೆಂಗಿದ ഒരു അവ ഉണ്ടോ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അവ. ഈ അവാണ് തുബ്ബ രാജാവ് പണ്ട് കെട്ടിക്കൊടുത്തെങ്കത്തെ ആ ഒരു പണ്ഡിതന്റെ അവ. ഇതുകൊണ്ടായിട്ട് ഇക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു ഖസ്വാ ചൊല്ലെ ಒಂಟ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുരെ ഔത്തെ മുന്നൂറ് മുട്ടുകുത്തുകൊള്ളെ കാരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജനിക്കുന്നതിന് മുന്നോലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പെർറെ 1000 വർഷം മുന്നോലാണ് ഈ ഒരു സംഭവം നടന്നത്. അപ്പലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുകയും ഇസ്ലാമിനെ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലെ പിരിസബിക്കുകയും ചെയ്ത ഒരു തുബ്ബാ രാജാവിടെ ചരിത്രമാണ്. പണ്ട് നാൾ പുതിയ ചരിത്രമായിട്ട് പണ്ട് എത്രത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.